ശ്രീ അൽഫോൺസ് കണ്ണന്താനം. ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ദിവ്യബലി ആരംഭിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. ഈ നിമിഷത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ നമുക്ക് കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് വിട പറയുകയാണ്. ഇങ്ങനെ ഒരു പോപ്പ് ഇനി ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പോപ്പ് ഫ്രാൻസിസ് കരുണയുടെ മനുഷ്യനായിരുന്നു. നമ്മൾ ക്രിസ്ത്യൻ എന്തായിരിക്കണോ? കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന്റെ ഫോളോവേഴ്സാണ്. നമ്മളൊക്കെ പുൽക്കൂട്ടിൽ ജനിച്ച ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അനുയായികളാണ്. അങ്ങനെ ആയിരിക്കണം ക്രിസ്തു സഭ, നമ്മുടെ കത്തോലിക്ക സഭ എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് പാവങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്ത പോപ്പാണ്. ഇതുപോലെ ഒരു പോപ്പ് ഈ ചരിത്രത്തിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം കത്തോലിക്കരുടെ മാത്രമല്ലായിരുന്നു, ക്രിസ്ത്യാനികളുടെ മാത്രമല്ലായിരുന്നു. ലോകത്തിൽ എവിടെ ദുഃഖമുണ്ടോ, എവിടെ മനുഷ്യന് എവിടെ യുദ്ധമുണ്ടായിട്ടുണ്ടോ, മനുഷ്യന് കുട്ടികൾക്കും സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടോ അവിടെയെല്ലാം അദ്ദേഹം ഇടപെട്ട് ഒരു സാധാരണക്കാരന്റെ ഒരു ശബ്ദമായി മാറിയിരുന്നു. അതിപ്പം ലോകത്തിൽ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും, ട്രംപിന്റെ ആണെങ്കിലും, പുട്ടിന്റെ ആണെങ്കിലും മുഖത്തേക്ക് നോക്കി ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു പോപ്പ്. അപ്പോൾ അദ്ദേഹം വിട പറയുമ്പോൾ ലോകത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും നമ്മുടെ കേരള സഭയ്ക്കും എല്ലാം വലിയ വലിയ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് പോയിരിക്കുന്നു. നമ്മുടെ രണ്ട് മന്ത്രിമാരെ, കേരളത്തിൽ നിന്നൊരു മന്ത്രിയൊക്കെ നമ്മുടെ കേന്ദ്ര ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ട് അവിടെ. അപ്പൊ വളരെ ദുഃഖമുള്ള ഒരു ദിവസമാണ്. പക്ഷെ നമുക്കിനി ഓർമ്മിക്കാനുള്ള അദ്ദേഹം ചെയ്ത ഈ പോപ്പ് ഫ്രാൻസിസ് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാം എന്ന് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമാണിത്. പോപ്പിനെ ഇപ്പോൾ അടക്കുന്നത് തന്നെ സാധാരണ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലായിരുന്നു അടക്കുന്നത്. അതൊക്കെ വിട്ടിട്ട് ഒരു അപ്പുറത്ത് മാറി ഒരു ചെറിയ ഒരു കത്തീഡ്രലിലാണ് അദ്ദേഹത്തിനെ അടക്കാൻ മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ നമുക്ക് അതിൽ പങ്കുചാം. വളരെയധികം നന്ദി ശ്രീ അൽഫോൺസ് കണ്ണന്താനം.